ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ വീണ്ടും കുറച്ച് മീഷോ പ്രൊഡക്റ്റുമായിട്ട് തന്നെ കേട്ടോ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സ് ആണ് കേട്ടോ. ലിഡൊന്നുമില്ല, ഇതുപോലെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള 2 കണ്ടെയ്നേഴ്സ് ആണ്. മാത്രമല്ല ഇത് നമുക്ക് പാർട്ടീഷൻ ചെയ്യാം കേട്ടോ. 3 പാർട്ടായിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാനും കഴിയും. ഇനിയിപ്പോൾ പാർട്ടായിട്ട് വേണ്ട, ഇങ്ങനെ ഒട്ടാകയിൽ ഒരൊറ്റ കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാനാണ് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു കണ്ടെയ്നറിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഉള്ളത്. അതുപോലെ നമുക്കിത് ഈസി ആയിട്ട് ഇതിനെ പാർട്ടീഷൻ ചെയ്യാനും, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ടീഷന്റെ ഒരു സംഭവം എടുത്തു വെക്കാനും ഈസി ആയിട്ട് തന്നെ കഴിയും. അതുപോലെ ഈ ഒരു ചെറിയൊരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും എളുപ്പമാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ ഉണ്ടാവില്ല പാക്കറ്റിലുള്ളത്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റട്ടെ. ഇത് നമുക്ക് വാർഡ്രോബിൽ യൂസ് ചെയ്യാം ഈ ഒരു കണ്ടെയ്നർ. അപ്പോൾ ഈ ഒരു 2 എണ്ണത്തിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 198 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് വീണ്ടും ഫ്രിഡ്ജ് കണ്ടെയ്നേഴ്സ് തന്നെയാണ് കേട്ടോ. 3 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. പ്ലാസ്റ്റിക് തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്ക്വയറിലാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആണ്. ലിഡ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ഡ്രെയിനറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു വേറെ ടൈപ്പിലുള്ള റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ഒരു ബോക്സസ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് 6 എണ്ണം വരുന്ന ഒരു സെറ്റ് ആയിരുന്നു. അപ്പം അതിൻ്റെ തന്നെ 3 എണ്ണം വരുന്ന ഒരു കുറച്ചുകൂടി വലിയ സ്ക്വയറിൽ വരുന്ന കണ്ടെയ്നേഴ്സ് ആണ് ഇത്. അപ്പം ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 203 രൂപയായിരുന്നു കേട്ടോ. 3 എണ്ണം വരുന്ന ഈ ഒരു സെറ്റിന്. ഈ ഒരു ട്രെയിനർ ഉള്ളതുകൊണ്ട് തന്നെ ഈസി ആണ്. കാരണം എന്താ വെച്ചാൽ വാട്ടർ എലിമെന്റ് ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്ടർ എലിമെന്റ് താഴോട്ട് പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നിന്നോളൂ കേട്ടോ. മുകളിൽ വെക്കുന്ന ഐറ്റംസ് ഒക്കെ. അപ്പൊ നമുക്കിത് ഫിഷ്, അതുപോലെ മീറ്റ് ഐറ്റംസ്, അതല്ല വെജിറ്റബിൾ ഐറ്റംസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് വെക്കാൻ നല്ല ഉപകാരമാണ്. ഇനിയിപ്പോൾ അടുത്തത് ഇതൊരു എന്താ പറയുക, ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഞാൻ എന്നെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് ആണ്ടാവും. ഇതെന്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ജഗ് മുകളിൽ വരുന്നുണ്ട്. ക്യൂട്ടായിട്ടുള്ള ഒരു ഏകദേശം ഒരു 3 ഗ്ലാസ് ചായ ഒക്കെ കൊള്ളുന്ന രീതിയിലുള്ള ഒരു ജഗ്ഗിട്ട്. 3 ഗ്ലാസ് കൊള്ളലുണ്ടാവില്ല. കൂട്ടത്തിൽ ഇതുപോലെ ഒരു കപ്പും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കപ്പാണ്. ഈ ഒരു കപ്പിൽ ഈ ഒരൊറ്റ കപ്പും ഈ ഒരു ജഗ്ഗും ഇങ്ങനെ ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. നമുക്കൊരു വൈബൊക്കെ അടിച്ചിരിക്കുന്ന ഒരു ടൈം ഉണ്ടാവില്ല, ഈവനിങ് ടൈമിൽ, അതുപോലെ മോർണിംഗ് ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നമുക്ക് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സെറാമിക്കിലാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സൂപ്പർ സെറാമിക് ആണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ്. അത്യാവശ്യം വലിയൊരു കപ്പാണ് കേട്ടോ ഇതിന്റെ കൂട്ടത്തിലുള്ളത്. ഇതുപോലെ ഒന്നൊന്നിന്റെ മുകളിലായിട്ട് വെച്ച് നമുക്ക് വെക്കാനും കഴിയും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് ഡെക്കർ ഐറ്റംസ് ആയിട്ടും മീൻസ് ഷോ പീസ് ആയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്തുള്ള പ്രൈസ് 423 രൂപയായിരുന്നു. 423 രൂപക്കൊക്കെ എന്തായാലും വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളണ്ടേ. ഇനിയിപ്പോൾ അടുത്തതും ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റംസ് ആണ്. ഇത് നമുക്ക് സൂപ്പൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ബൗളാണ് കേട്ടോ. സൂപ്പ് ബൗൾസ് ആണ്. 2 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. സെറാമിക് ആണ് മെറ്റീരിയൽ വന്നിട്ട്. ഇതുപോലെ ഒരു ലിഡും കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സെറാമിക്കിലാണ് കേട്ടോ വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ബൗളും അത്യാവശ്യം ഒരു വലുപ്പമുള്ള ബൗളാണ്. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പൊക്കെ കുടിക്കാൻ പാകത്തിലുള്ള ബൗളാണ്. ചായ കോഫി ഒന്നും കുടിക്കാൻ പാകത്തിലുള്ള ബൗളല്ല. സൂപ്പ് എടുക്കുക. അതുപോലെ നമുക്ക് കറികളൊക്കെ സെർവ് ചെയ്യാനും പാകത്തിനുള്ള ഒരു ബൗളാണ് കേട്ടോ. ഇതുപോലെ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ 2 എണ്ണം വരുന്ന ഒരു സെറ്റ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 452 രൂപയാണ്. 452 രൂപക്ക് എന്തായാലും വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് മീഷോയില് പിന്നെ മെഗാ സെയിൽ നടക്കാണ്ട്, അതിന്റെ ഭാഗമായിട്ട് നല്ല ഓഫർ ഉണ്ടാവും എല്ലാ പ്രൊഡക്റ്റും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ എന്തായാലും വാങ്ങിക്കാൻ മറക്കണ്ട. എല്ലാ പ്രൊഡക്റ്റും നല്ല ഓഫർ ഉണ്ടാവും. സെറാമിക് ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ടാവേ. ഇനിയിപ്പോൾ ഈ ഒരു കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കണ്ടോ, നല്ല ലൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വെറുതെ പറയില്ല, ഈ ക്യാമറയിൽ കാണാൻ കാട്ടിനും ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ഒരു കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറാണ് കേട്ടോ.
അപ്പം എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ഇപ്പം വാങ്ങുന്നില്ല എന്ന് വെച്ചാലും കാർട്ട് ചെയ്തിട്ട് മെഗാ സെയിലിൻ്റെ ടൈമിൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ഓഫറിൽ നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റും വാങ്ങിക്കാൻ കഴിയും കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റും ഒരു സൂപ്പർ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് ഒരു സ്പൈസ് ബോക്സ് ആണ്. ഒരു വെറൈറ്റി ലുക്കിൽ വരുന്ന ഒരു സ്പൈസ് ബോക്സ് ആണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു മോഡലുള്ള സ്പൈസ് ബോക്സ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൽ നല്ല ഹൈ പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു ഒരു സ്പൈസ് ബോക്സ് ആണ്. 3 പാർട്ടായിട്ടാണ് വരുന്നത്. 3 കളറിലാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇപ്പോഴായിട്ട് ഞാൻ കളർ സത്യം പറഞ്ഞാൽ ശ്രദ്ധിച്ചത്. നമ്മളെ ട്രൈ കളറാണ് കേട്ടോ. ഫ്ലാഗിന്റെ കളറാണ്. ഒരു സാഫ്രോണ്, വൈറ്റ്, ഗ്രീൻ, ആ ഒരു 3 കളറിലാണ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു കോമ്പിനേഷൻ ഞാൻ ഇപ്പോഴാണ് ശരിക്കും ശ്രദ്ധിച്ചത് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഓരോ പാർട്ടുകളാണ്. ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാനും കഴിയും. കൂട്ടത്തിൽ ഒരു ചെറിയ സ്പൂണും എല്ലാ പാർട്ടിലും കൊടുത്തിട്ടുണ്ട്. 3 സ്പൂണും ഉണ്ട്. നല്ലൊരു ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ. ഇതിങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ കിച്ചണിലൊക്കെ വെച്ചാൽ അടിപൊളിയായിരിക്കും. ഇതാ ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ ഉണ്ട്. ഇത് റിമൂവ് ചെയ്തെടുക്കാനൊന്നും കഴിയില്ല. ആ ഒരു എന്താ പറയാ, ആ ചെറിയ ചെറിയ ജാറ് പോലത്തെ സംഭവങ്ങളാട്ടോ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയുക. ഈ ഒരു ഇതുപോലെ ഒരു ലിഡ് മുകളിലുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഈ ഒരു സ്പൈസ് ബോക്സിൽ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 138 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനൊക്കെ നല്ല സാധ്യത ഉണ്ട് കേട്ടോ. 138 രൂപക്ക് സൂപ്പർ വർത്തായുള്ള എക്സ്ട്രാ വർത്തായുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇത് 6 വരുന്ന ബൗളാണ് കേട്ടോ. മെലാമിനാണ് മെറ്റീരിയൽ വന്നിട്ട്. 6 ചെറിയ ബൗൾസ് ആണ് കേട്ടോ. നമുക്ക് തൈര്, അച്ചാർ, അതുപോലെ ഡിപ്പിംഗ് ബൗളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 6 ബൗളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഫിനിഷിംഗ് ആയിട്ട് മെലാമിലാണ് മെറ്റീരിയൽ വന്നിട്ട്. 6 ഒരു സെറ്റിൽ വരുന്നത്. ഈ ഒരു 6 ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 157 രൂപയായിരുന്നു കേട്ടോ. 157 രൂപക്കൊക്കെ എക്സ്ട്രാ വർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. സൂപ്പറാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും, അതുപോലെ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. വീണ്ടും നല്ല ഒരു ഓയിൽ ബോട്ടിലാണ്. പ്ലാസ്റ്റിക് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. കണ്ടാൽ ഗ്ലാസ് ആണെന്നേ തോന്നുള്ളൂ, പക്ഷേ ഈ പ്ലാസ്റ്റിക് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ഓപ്പണിങ്. എന്നിട്ട് ഇതാ ഇതിലാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ആ മുകൾ ഭാഗം ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാണ്ട് ചെയ്യാം. ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യാന്ന് വെച്ചാല് ഓയിൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവില്ല. നമുക്ക് ദോശ ചുടുക, അതുപോലെ എന്താ പറയാ പഴം വാട്ടിയെടുക്കുക, ബ്രെഡ് വാട്ടി, അതുപോലെ സ്നാക്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഷാലോ ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസ്, അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓയിൽ ബോട്ടിൽ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇതിന്റെ ഈ ഒരു മുകൾ ഭാഗത്ത് ജസ്റ്റ് ഓപ്പൺ ആക്കി ഈ ബ്രഷ് പോകുന്നോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഈ ബ്രഷ് ചെയ്ത് കൊടുക്കുമല്ലോ, ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിൽ ബോട്ടിലാണ് കേട്ടോ. ഈ ഒരു ബ്രഷ് വരുന്നത് സിലിക്കണിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ബ്രഷ് ചെയ്യേണ്ടാത്ത അവസരത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാനും അതിലെ കൂടെ പറ്റും. അപ്പൊ അതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 169 രൂപയായിരുന്നു. ഇനിയിപ്പോ സെക്കൻഡ് പ്രൊഡക്റ്റ് ഈ ഒരു ചെറിയൊരു ബൗളാണ് കേട്ടോ. ലിഡോട് കൂടി വരുന്ന ബൗളാണ്. ഗ്ലാസ് ബൗളാണ്. ഗ്ലാസ് ബൗൾ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് ബൗളാണ് കേട്ടോ. ചെറുതാണ്. ഒരു 450 ml ഒക്കെ കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു ബൗളിന്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇതിന്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ. അതുപോലെ നല്ല വെയിറ്റും ഉണ്ട്. ചെറുതാണെങ്കിലും സൂപ്പർ ക്വാളിറ്റി വരുന്നതാണ് കേട്ടോ. ഇത് ഓവൻ സേഫ് ആണ്, അതുപോലെ ഡിഷ് വാഷർ സേഫ് ആണ്, അതുപോലെ നമുക്ക് ഫ്രീസറിൽ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് നമുക്ക് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലാസിന്റെ കണ്ടെയ്നർ ആകുമ്പോൾ അത് സേഫ് ആണല്ലോ, അപ്പം അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. അതുപോലെ ലിഡിൽ നല്ല വാഷറൊക്കെ വന്നിട്ട് എയർ ടൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. അതുപോലെ ലിഡിന്റെ മുകൾ ഭാഗത്തുണ്ട് ഇതുപോലെ ചെറിയൊരു സംഭവം കൊടുത്തിട്ട്, അതായത് നല്ല ചൂടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആക്കി വെക്കാന്നുണ്ടെങ്കിൽ അതിന്റെ ആവി പുറത്തേക്ക് പോകാനാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 254 രൂപയായിരുന്നു കേട്ടോ മീഷോയില്. സൂപ്പർ ക്വാളിറ്റിയാണ്, പക്ഷെ ചെറുതാണ്.
ഇനിയിപ്പോൾ അതാ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു സ്പാച്ചുല ഹോൾഡർ ആണ് കേട്ടോ. നമ്മൾ ഇതിന്റെ തന്നെ സെയിം ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വാങ്ങിയത് മുന്നേ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു സ്പാച്ചുല ഹോൾഡർ ആണ്. ആ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റിന്റെ സെയിം മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. കാണാനും അതുപോലെ തന്നെ ഉണ്ട്. എന്താ പറയുക, അതേതായാലും മെറ്റീരിയൽ മെറ്റലില് കോട്ടിങ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ ഇതും അങ്ങനെ തന്നെയാണ്, മെറ്റലില് കോട്ടിങ് കൊടുത്തിട്ട് സെയിം ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയൊരു കിളിക്കൂട് പോലുള്ള ഒരു സ്പാച്ചുല ഹോൾഡർ ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ സ്പാച്ചുലൊക്കെ ഇട്ട് വെച്ചാലും നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോ ചെറിയ സ്പൂണാണ്, ഇതല്ല ഇതിനെക്കാളും കുറച്ച് വലിയ സ്പാച്ചുലകൾ ഉണ്ടാവില്ലേ, അതിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ശരിക്കും ഒരു കിളിക്കൂട് പോലെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പൊ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 241 രൂപയായിരുന്നു കേട്ടോ. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. എല്ലാ പ്രൊഡക്റ്റിന്റെയും ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ വാങ്ങിച്ച അതേ പ്രൈസ് തന്നെയാണോ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവും, അതിൽ കൂടുക കുറയോ ഒന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രൈസ് ഒന്നുകൂടി കുറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈസ് കുറയും, ചിലപ്പോൾ സെയിം പ്രൈസിലായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ചില കമന്റ്സിലൊക്കെ നമ്മൾ കാണാറുണ്ട് പ്രൈസ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന ഒരു ഡ്രെയിനർ ആണ് കേട്ടോ. ഒരുപാട് പാത്രങ്ങളൊന്നും കൊള്ളില്ല. നമുക്ക് കുറച്ച് പ്ലേറ്റ്സും അതുപോലെ സ്പൂണ്, ചെറിയ ഗ്ലാസ്, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രം കഴുകി വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രെയിനർ ആണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് സിലിക്കണും പ്ലാസ്റ്റിക്കും ആണ്. മുകൾ ഭാഗമൊക്കെ പ്ലാസ്റ്റിക് ആണ്, താഴ്ഭാഗം സിലിക്കണും ആണ്. നല്ല ഒരു ക്യൂട്ടായിട്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ രണ്ട് കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, പിന്നെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് കണ്ടോ നിറയെ ഹോൾസ് ആണ്. അപ്പൊ ഇതിൽ വെള്ളം കെട്ടി നിൽക്കൂല, ഡ്രെയിൻ ആയിട്ട് തന്നെ പോയിക്കോളും കേട്ടോ. ഇനി ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഇത് ആവശ്യം കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയാ ഫോൾഡ് ചെയ്തിട്ട് വെച്ചാൽ വൃത്തിയിൽ എടുത്തു വെക്കാനും കഴിയും കേട്ടോ. കുറഞ്ഞ സ്പേസിൽ തന്നെ നമുക്കിത് എടുത്തു വെക്കാനും കഴിയും. നല്ല ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. പിന്നെ അത് അതിന്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ആ ഒരു വൈറ്റ് കള്ളിയായിട്ട് കാണുന്ന സംഭവമല്ലേ ഇത്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് സ്പൂൺസ്, സ്പാച്ചുലാസ് ഒക്കെ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിവിടെ നമുക്ക് ഫിക്സ് ചെയ്യാം, അതിനുള്ള ഹോളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 336 രൂപയായിരുന്നു കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കൊള്ളുന്നുണ്ട്. പ്രൈസ് ചിലപ്പം കുറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പം കൂടിയിട്ടുണ്ടാവും. ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ്, ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് ഒരു സെറാമിക്കിന്റെ ബൗളാണ്, ലിഡോട് കൂടി വരുന്ന ഒരു ബൗളാണ്. നല്ല വോളിയം ഉണ്ട് കേട്ടോ. ഇതിന് നല്ല കപ്പാസിറ്റി ഉണ്ട്. ഒരു 1 ml കപ്പാസിറ്റി എന്തായാലും ഉണ്ടാവും ഈ ഒരു ബൗളിന്. നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന, നല്ല ഫിനിഷിങ്ങോട് കൂടി വരുന്ന ബൗളും ലിഡും ആണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ സൂപ്പറാണ്. ഞാൻ കുറച്ച് പേടിച്ചോണ്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. കാരണം പറ്റ ചെറുതാവോ എന്നുള്ള ഡൗട്ടിൽ വാങ്ങിച്ചെങ്കിൽ നമുക്കൊരു കറിയൊക്കെ വിളമ്പാൻ പാകത്തിനുള്ളൊരു സൈസാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ മീഷോയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ. അപ്പം ഇതിന്റെ വേറെ പ്രൊഡക്ട്സ് ഉണ്ട്, ഈ ഒരു മോഡൽ അല്ലാതെ വേറെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെന്തായാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പിന്നെ ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രൈസ് 337 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഈ സെയിം പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ ഇതിന്റെ സെയിം അല്ല, കുറച്ചൊരു ഡിഫറൻസ് ഉള്ള പ്രൊഡക്റ്റ് ഇതിന്റെ ഡബിൾ പ്രൈസിനാണ് കേട്ടോ അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ഈ സെയിം പ്രൊഡക്റ്റിന്റെ ലിങ്ക് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഔട്ട് ഓഫ് ആണ്. ഇത് അടിപൊളിയായിരുന്നു പ്രൊഡക്റ്റ്, സൂപ്പർ ആയിരുന്നു. നല്ല ഫിനിഷിങ്ങും കാണാൻ നല്ല ഭംഗി, നല്ല സൂപ്പർ ക്വാളിറ്റി വരുന്ന ഒരു സെറാമിക് ബൗൾ ആൻഡ് ലിഡ് ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടോ. എന്തായാലും ഈ ഒരു എന്താ പറയാ സെയിം മോഡലിലുള്ളതിൻ്റെ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ബൗളിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് പാസ്ത ബൗളാണ് കേട്ടോ. ഇത് പ്ലേറ്റും അല്ല ബൗളും അല്ല എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്ന ഒരു മോഡല് വരുന്നതില്ലേ, പാസ്ത, ന്യൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ടൈപ്പിലുള്ള ഒരു ബൗളാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു ബൗളിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ. അപ്പൊ ഇതിന് ഞാൻ വാങ്ങിക്കുന്ന സമയത്തുള്ള പ്രൈസ് 311 രൂപയായിരുന്നു കേട്ടോ. ഇത് 2 എണ്ണം വരുന്ന ഒരു സെറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് 311 രൂപയാണ്. 311 രൂപയ്ക്ക് എന്തായാലും വേർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന സെറാമിക് ആണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നോമ്പായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിലൊക്കെ ആയിരിക്കുമല്ലേ. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. വീണ്ടും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ടും വരുന്നത് വരയ്ക്കും. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.